ഹലോ അസ്സലാമു അലൈക്കും. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഉഴുന്നുവടൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഉഴുന്ന് ഒരു 5-8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ടൈമില്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇതാ അതേപോലത്തെ ഒരു ഊറ്റുന്ന കൊട്ടയിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഇടരുത്. അപ്പോൾ ആദ്യം ഒന്ന് അരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഒട്ടും അരയണില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് 1-2 അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവുള്ളത്. ഇത്ര കട്ടി ഉണ്ടാവണം കേട്ടോ, വെള്ളം പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ചൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ മാവ് പൊങ്ങി കിടക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ഉഴുന്നുവട. പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഇത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക, ഒരു 4-5 മണിക്കൂറൊക്കെ. അപ്പോൾ അത് ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ വെക്കാം. വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ കുരുമുളക് കുറച്ചെണ്ണ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുത്തിട്ട് ഒന്നിങ്ങനെ ചതച്ചിട്ട് ഇടുന്നുണ്ട്. നല്ലോണം പൊടിയാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ കുരുമുളകിൻ്റെ മണികളൊക്കെ കടിക്കുമ്പോഴും ഉഴുന്നുവടക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു പകുതി ഉള്ളി, ഒരു വലിയ ഉള്ളി പകുതി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ 2-3 പച്ചമുളക്, അത്രയാണ് എടുത്തത്. ഈ പൊരിക്കാൻ നേരത്ത് മാത്രം ഈ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്. ഇപ്പോൾ നമ്മൾ പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണെങ്കിൽ 4-5 മണിക്കൂർ വെച്ചിട്ടുള്ള മാവാണെങ്കിൽ ഈ സമയത്ത് ഇത് കുറച്ചും കൂടി ലൂസായിരിക്കും. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി ഒരു പാടായിരിക്കും. പക്ഷേ ഉള്ളു ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളൊരു മാവാണ്. അപ്പോൾ ലൂസാണ് തോന്നിയാൽ കുറച്ച് അരിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അത് അത്ര ടേസ്റ്റ് കിട്ടൂല, ഫ്രഷ് ആയിട്ടുള്ളതിൻ്റെ അത്ര. ഇനി ഇത് അതേപോലെ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഒരു ഉരുള എടുക്കുക. എന്നിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയ ശേഷം നടുവിൽ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ടുണ്ടാവും. അപ്പം തന്നെ കയ്യിൽ കുറേ നേരം വെക്കരുത് കേട്ടോ. കൈ വെച്ചാൽ കൈമേൽ ഒട്ടി പോകും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും. അപ്പം തന്നെ ഈ ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല കേട്ടോ ഉഴുന്നുവട. പക്ഷേ ഒരു 3-4 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. ഞാൻ ഫസ്റ്റായിട്ട് ഇട്ട് ഉഴുന്നുവട കേട്ടോ ഇത്. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇനി തീരെ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു സ്പൂണ് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കോരിയിട്ട് കൊടുത്താൽ മതി. ഷേപ്പിൻ്റെ ഒന്നും പ്രശ്നമില്ല. എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. ഉഴുന്നുവട നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഉഴുന്നുവടക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കാണാനൊരു ഭംഗി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫ്ലെയിമിലായാൽ ഇതിൻ്റെ തൊലി നല്ലോണം മുരിയും, പക്ഷേ കളറും മാറും, പക്ഷേ ഉള്ളിൽ തീരെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇതേ ഒരു രൂപത്തിലാണ് ഉള്ളത്. ഇതേപോലെ ഞാൻ എല്ലാ വടയും റെഡിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കുറേ നേരം കുഴച്ച് വെച്ചിട്ടൊന്നുമില്ല, ഒരു അരമണിക്കൂറൊക്കെ കുഴച്ച് വെച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനിയും കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും ഉള്ളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ് കേട്ടോ. കടയിലൊക്കെ ആണെങ്കിൽ ഇത് ഇതേപോലെ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ അരിപ്പൊടിയും കൂട്ടി വെച്ചാൽ പിന്നെ രാവിലെ അത് പൊരിക്കുള്ളൂ. അപ്പത്തിനുള്ളിൽ നല്ല സോഫ്റ്റായി ഫെർമെൻ്റ് ആയിട്ട് വരും. പക്ഷെ അത് കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കും. കുറച്ചും കൂടി എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇങ്ങനെ പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഷേപ്പ് നല്ല റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എളുപ്പത്തിലൊരു തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് തേങ്ങയും ഒരു 3-4 ചെറിയുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതേപോലെ ഒരു 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയാവും. പക്ഷേ ഇതിലേക്ക്
പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിനി വേണമെങ്കിൽ നമുക്ക് തൂമിക്കാം, ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് വറുക്കുന്നുണ്ട്. കടുകും കരിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ചട്നിയും ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.